അടുത്ത ദിവസം വോൾട്ട് തന്റെ സ്കൂളിൽ കെമിസ്ട്രി പരീക്ഷയിൽ തോറ്റുപോയ ഒരു കുട്ടിയോട് സംസാരിക്കുകയാണ്. നൈട്രജനും ഓക്സിജനും തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ബോണ്ടുകളെക്കുറിച്ച് വോൾട്ട് വ്യക്തമായി അവന് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാം മനസ്സിലായെന്ന് അവൻ തലയാട്ടുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും മനസ്സിലായിട്ടില്ല എന്നറിയാമായിരുന്ന വോൾട്ട് നിനക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ലെന്നും അതുകൊണ്ടാണ് നീ പരീക്ഷയിൽ തോറ്റുപോയതെന്നും അവനെ കുറ്റപ്പെടുത്തി. എന്നാൽ തനിക്ക് പാസ്സാകാൻ വെറും 2 മാർക്ക് മാത്രം മതിയെന്നും എങ്ങനെയെങ്കിലും ഈ ഒരു തവണ തന്നെ ജയിപ്പിക്കണമെന്നും അവൻ വോൾട്ടിനോട് അപേക്ഷിച്ചു. എന്നാൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ വളരെ കർക്കശക്കാരനായിരുന്ന വോൾട്ട് അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അടുത്ത തവണ നന്നായി പഠിച്ചു പരീക്ഷ എഴുതാൻ പറഞ്ഞ ശേഷം വോൾട്ട് അവനോട് പോകാൻ ആവശ്യപ്പെട്ടു. അവൻ പോയ ശേഷം അവിടെ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ വോൾട്ട് തന്റെ ക്ലാസിന്റെ സീലിംഗിൽ ഒളിപ്പിച്ചുവെച്ച തന്റെ രണ്ടാമത്തെ ഫോൺ എടുത്തു. മുൻപ് വീട്ടിൽ നടന്ന പ്രശ്നങ്ങൾക്ക് ശേഷം ഭാര്യയുടെ സംശയങ്ങൾക്ക് പിടികൊടുക്കാതിരിക്കാൻ വോൾട്ട് ആ ഫോൺ സ്കൂളിൽ ഒളിച്ചുവെച്ചതാണ്. സ്പൂജിന്റെ പ്രശ്നം പരിഹരിക്കാൻ പോയ ജെസ്സിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്തതിനാൽ വോൾട്ട് അവനെ തുടർച്ചയായി ഫോണിൽ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല. ശേഷം വോൾട്ട് അവനൊരു വോയിസ് മെസ്സേജ് അയച്ചു. നീ എന്റെ കോൾ മനഃപൂർവ്വം എടുക്കാതിരിക്കുകയാണോ എന്ന് ചോദിക്കുന്ന വോൾട്ട് തന്റെ ഫോൺ 15 മിനിറ്റിനുള്ളിൽ ഓഫ് ആകുമെന്നും അതിനുള്ളിൽ തന്നെ തിരിച്ചു വിളിക്കാനും ആവശ്യപ്പെട്ടു. മാത്രമല്ല നമ്മൾ മുന്നേ സംസാരിച്ച സ്പൂജിന്റെ വിഷയം താൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണെന്നും അതിന്റെ പിന്നാലെ പോകേണ്ടതില്ലെന്നും വോൾട്ട് അവനോട് പറഞ്ഞു. എന്നാൽ ഇതിനൊന്നും ജെസ്സിയുടെ മറുപടി ലഭിക്കാതിരുന്നതോടെ വോൾട്ട് ജെസ്സിയുടെ വീടിന് മുന്നിലെത്തി. ജെസ്സിയുടെ കാർ മുറ്റത്ത് കിടക്കുന്നത് കണ്ടതുകൊണ്ട് അവൻ ഉള്ളിലുണ്ടെന്ന് വോൾട്ടിന് ഉറപ്പായിരുന്നു. പലതവണ മുട്ടിയിട്ടും ജെസ്സി വാതിൽ തുറന്നില്ല. വോൾട്ടിന്റെ ശക്തമായ മുട്ടലിന്റെ ശബ്ദവും ഉച്ചത്തിലുള്ള വിളിയും കേട്ട് തൊട്ടടുത്തുള്ള മുറിയിൽ താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥയായ ജെയിൻ പുറത്തേക്ക് വന്നു. താൻ ഈ വീടിന്റെ മാനേജർ ആണെന്നും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നും അവൾ ചോദിച്ചു. തനിക്ക് അത്യാവശ്യമായി ഈ വീട്ടിലുള്ള ആളെ കാണേണ്ട ആവശ്യമുണ്ടെന്നും അവൻ വാതിൽ തുറക്കാത്ത സ്ഥിതിക്ക് നിങ്ങളുടെ കയ്യിലുള്ള താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്നു തരാനും വോൾട്ട് അവളോട് ആവശ്യപ്പെട്ടു. നിങ്ങൾ ഇത്രയും ഒച്ച വെച്ചിട്ടും മുട്ടിയിട്ടും അവൻ തുറന്നില്ലെങ്കിൽ അവന് നിങ്ങളെ അറിയില്ലായിരിക്കും. അതുകൊണ്ട് വാതിൽ തുറന്നു തരാൻ പറ്റില്ലെന്ന് അവൾ തീർത്തു പറഞ്ഞു. അതോടെ വോൾട്ട് അടവ് മാറ്റി. ഞാൻ അവന്റെ അച്ഛനാണെന്നും തന്റെ മകനെ അത്യാവശ്യമായി കാണേണ്ട കാര്യമുണ്ടെന്നും പറഞ്ഞു. അതോടെ നിങ്ങളാണോ മിസ്റ്റർ ജാക്സൺ എന്നവൾ ചോദിച്ചു. ജെസ്സി അവന്റെ പേര് ജെസ്സി പിങ്മാൻ എന്നതിനു പകരം ജെസ്സി ജാക്സൺ എന്നാണ് അവിടെ പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്ന വോൾട്ട് അതെ, ഞാൻ അവന്റെ അച്ഛൻ വോൾട്ട് ജാക്സൺ ആണെന്ന് പറഞ്ഞു. അച്ഛനാണെങ്കിലും ജെസ്സിക്ക് നിങ്ങളെ കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളെ അകത്ത് കയറാൻ സഹായിക്കാൻ തനിക്ക് കഴിയില്ലെന്നായിരുന്നു അവളുടെ മറുപടി. ഇതെല്ലാം അകത്തിരുന്ന് കേൾക്കുന്ന ജെസ്സി അവരുടെ സംസാരം ഒരു തർക്കത്തിലേക്ക് പോകുന്നതിനു മുൻപ് വാതിൽ തുറന്നു. ജെയിൻ കേൾക്കെ അകത്തേക്ക് വരൂ അച്ഛാ എന്ന് പറയുന്ന ജെസ്സി വാൾട്ടിനൊപ്പം അകത്ത് കയറി കതകടച്ചു. അകത്ത് കയറിയ വോൾട്ട് താൻ പലതവണ വിളിച്ചിട്ടും ജെസ്സി ഫോൺ എടുക്കാത്തതിന്റെ പേരിൽ അവനുമായി തർക്കിച്ചെങ്കിലും അവൻ മറുപടിയൊന്നും പറയാതെ കഞ്ചാവ് അടിക്കുന്ന ബോങ് ബോട്ടിലെടുത്ത് അത് വലിക്കാൻ ആരംഭിച്ചു. അവനോട് അത് പിടിച്ചു വാങ്ങുന്ന വോൾട്ട് ഇനിയും എന്റെ ചോദ്യങ്ങൾക്ക് നീ മറുപടി തന്നില്ലെങ്കിൽ അത് ഞാൻ എറിഞ്ഞു പൊട്ടിക്കുമെന്ന് ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ നിങ്ങൾ ഏൽപ്പിച്ച ബിസിനസ് ചെയ്യുന്ന തിരക്കിലായിരുന്നുവെന്നും അതാണ് ഫോൺ എടുക്കാത്തതെന്നും ജെസ്സി പറഞ്ഞപ്പോൾ എന്ത് ബിസിനസ് എന്നായിരുന്നു വോൾട്ടിന്റെ ചോദ്യം. ഇത് കേട്ട ജെസ്സിക്ക് ദേഷ്യം അടക്കാനായില്ല. ഒരു തോക്കും തന്ന് നിങ്ങൾ എന്നെ 2 പേരെ കൊല്ലാൻ വിട്ട കാര്യം മറന്നോ എന്ന് ചോദിക്കുന്ന ജെസ്സി സ്പൂജിന്റെ വീട്ടിൽ നിന്നും കിട്ടിയ പണത്തിന്റെ പകുതി വോൾട്ടിന് നേരെ നീട്ടി. ആ പണത്തിന്റെ കെട്ടിൽ ചോര പുരണ്ടിരിക്കുന്നത് കാണുന്ന വോൾട്ട് ശരിക്കും ഭയന്നു. തോക്ക് കാണിച്ച് അവരെ ഭയപ്പെടുത്തി പണം തിരികെ വാങ്ങാനാണ് താൻ ഉദ്ദേശിച്ചതെന്നും അവരെ കൊല്ലാനല്ലെന്നും വോൾട്ട് പറഞ്ഞെങ്കിലും അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയുന്ന ജെസ്സി അവിടെ നടന്ന സംഭവങ്ങൾ മുഴുവൻ വോൾട്ടിനോട് വിശദീകരിച്ചു. എന്നാൽ പോലീസിന്റെ കയ്യിൽപ്പെട്ട സ്പൂജിന്റെ ഭാര്യയ്ക്ക് ജെസ്സിയെ തിരിച്ചറിയാൻ കഴിയുമോ എന്ന ഭയം വോൾട്ടിനുണ്ടായിരുന്നു. എപ്പോഴും മയക്കുമരുന്ന് ഉപയോഗിച്ച് ബോധമില്ലാതെ നടക്കുന്ന അവൾക്ക് തന്നെ ഓർമ്മയുണ്ടാകാൻ സാധ്യതയില്ലെന്ന് ജെസ്സി വോൾട്ടിനോട് പറഞ്ഞു. അപ്പോഴാണ് ബാഡ്ജർ ജെസ്സിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. തങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ സ്റ്റോക്കും കഴിഞ്ഞെന്നും എത്രയും പെട്ടെന്ന് സാധനം എത്തിച്ചു തരാനും അവൻ ആവശ്യപ്പെട്ടു. ഇത് കേൾക്കുന്ന വോൾട്ട് എത്രയും പെട്ടെന്ന് അവർക്ക് സാധനം എത്തിച്ചു നൽകാൻ ജെസ്സിയോട് പറഞ്ഞെങ്കിലും രക്തം തളം കെട്ടി നിൽക്കുന്ന ആ വീടും ആ കൊച്ചുകുട്ടിയുടെ മുഖവും തന്റെ മനസ്സിൽ നിന്നും മായുന്നില്ലെന്നും അത് മാറാനാണ് താൻ ഈ കഞ്ചാവ് വലിക്കുന്നതെന്നും പറയുന്ന അവൻ വീണ്ടും കഞ്ചാവ് അടിച്ച് അവിടെ കിടന്നുറങ്ങാൻ തുടങ്ങി. അതോടെ തൽക്കാലം അവനെ വിശ്രമിക്കാൻ അനുവദിക്കുന്ന വോൾട്ട് നേരിട്ട് ബാഡ്ജറിനെയും സംഘത്തെയും കാണാനായി പോയി. അതേസമയം പ്രമോഷൻ ലഭിച്ച് എൽപാസോയിലുള്ള പുതിയ ഓഫീസിലെത്തിയ ഹാങ്ക് അവിടുത്തെ രീതികളുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ്. അവിടെ വാൻഗോ എന്ന ഉദ്യോഗസ്ഥന്റെ മേശപ്പുറത്തിരിക്കുന്ന ഒരു ചെറിയ രൂപം കണ്ട് ഹാങ്ക് അത്ഭുതപ്പെട്ടു. മെക്സിക്കൻ മയക്കുമരുന്ന് മാഫിയകളുടെ ആരാധനാ കഥാപാത്രമായ ജീസസ് മാൽവർഡയുടെ രൂപമായിരുന്നു അത്. കുറ്റവാളികൾ ആരാധിക്കുന്ന ആ രൂപം എന്തിനാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മേശ
മേശപ്പുറത്ത് വെച്ചിരിക്കുന്നതെന്ന് ഹാങ്ക് ചോദിച്ചു. അതിനുത്തരമായി 6-ാം നൂറ്റാണ്ടിലെ ചൈനീസ് സൈന്യാധിപനായിരുന്ന സുൻ സു എന്നയാളുടെ പ്രതിമ ഹാങ്കിന് നേരെ നീട്ടുന്ന വാങ്കോ അദ്ദേഹത്തിന്റെ ദി ആർട്ട് ഓഫ് വാർ എന്ന പുസ്തകത്തിൽ നിന്റെ ശത്രുവിനെ അടുത്തറിഞ്ഞാൽ യുദ്ധങ്ങളിൽ എളുപ്പത്തിൽ ജയിക്കാമെന്ന് പറഞ്ഞതായി പറഞ്ഞു. അതോടെ എന്തിനാണ് മാൽവെർഡെയുടെ പ്രതിമ അവിടെ വെച്ചതെന്ന് ഹാങ്കിന് മനസ്സിലായി. ശേഷം അവിടെ എത്തിയ സീനിയർ ഓഫീസർ ഹാങ്കിനെ സ്വാഗതം ചെയ്യുകയും എൽപാസോയിലെ ഒരു വലിയ ഡ്രഗ് മാഫിയ ഗ്യാങ്ങിനെതിരെ ഒരു ഓപ്പറേഷൻ നടക്കാൻ പോവുകയാണെന്നും ഈ സമയത്ത് തന്നെ നീ വന്നത് വളരെ നന്നായെന്നും പറഞ്ഞു. എന്നാൽ അവിടെയുള്ള മറ്റുദ്യോഗസ്ഥർ സ്പാനിഷ് ഭാഷയിൽ സംസാരിക്കുകയും പരസ്പരം തമാശകൾ പറയുകയും ചെയ്യുന്നത് ഭാഷ അറിയാത്ത ഹാങ്കിന് ഒട്ടും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം അവർ ചില മാഫിയ സംഘങ്ങൾ തമ്മിൽ നടക്കാൻ പോകുന്ന ഡ്രഗ് ഡീലിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ തൊർത്തുക എന്നറിയപ്പെടുന്ന ഒരു മെക്സിക്കൻ മാഫിയ തലവനെ കാണാൻ പോയി. ഒരു മാഫിയ തലവനാണെങ്കിലും അയാൾ ഒരു ഒറ്റുകാരൻ കൂടിയായിരുന്നു. തന്റെ ശത്രുക്കളായ മറ്റു മാഫിയ തലവന്മാരെയും നഗരത്തിൽ നടക്കുന്ന തന്റേതല്ലാത്ത ഡ്രഗ് ഡീലുകളെയും പോലീസിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കും സ്വയരക്ഷയ്ക്ക് വേണ്ടിയും അയാൾ ഒറ്റുകൊടുക്കുമായിരുന്നു. അത്തരം ഒരുപാട് ഗുണങ്ങൾ ഉള്ളതിനാൽ പോലീസ് അയാളുടെ ചെയ്തികൾക്ക് നേരെ കണ്ണടച്ച് അയാളെ ഒരു ചാരനായി കൂടെ കൂട്ടി. എന്നാൽ മാഫിയകളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിനു പകരം തന്റെ കയ്യിലുള്ള ഒരു ഫർണിച്ചർ കടയുടെ കാറ്റലോഗ് നോക്കി തന്റെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഈ വിവരങ്ങൾ തരുന്നതിന് പ്രതിഫലമായി വാങ്ങിത്തരാൻ തൊർട്ടുക അവരോട് ആവശ്യപ്പെട്ടു. എല്ലാമില്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് ശരിയാക്കാമെന്ന് വാങ്കോ അവൻ ഉറപ്പു നൽകി. എന്നാൽ ഇതൊന്നും ഹാങ്കിന് പിടിക്കുന്നുണ്ടായിരുന്നില്ല. നീ ഞങ്ങളുടെ സമയം കളയാതെ എവിടെ വെച്ചാണ് എപ്പോഴാണ് ആ ഇടപാട് നടക്കുന്നതെന്ന് പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ പിടിച്ച് അകത്തിടാനും ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ് ഹാങ്ക് അയാളെ ഭീഷണിപ്പെടുത്തി. സ്പാനിഷ് അറിയാത്തതിന്റെ പേരിൽ ഹാങ്കിനെ കളിയാക്കുന്ന തൊർത്തുക എന്ന പേരിന്റെ അർത്ഥം ആമ എന്നാണെന്നും എന്റേതായ സമയമെടുത്ത് പതുക്കെയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യാറുള്ളതെന്നും അഹങ്കാരത്തോടെ പറഞ്ഞു. മറ്റു ഉദ്യോഗസ്ഥന്മാരെല്ലാം അയാളുടെ ഒപ്പമായിരുന്നതുകൊണ്ട് ഹാങ്കിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും നഗരത്തിലെ ഒരു മ്യൂസിയത്തിൽ വെച്ച് വോൾട്ട് സ്കിന്നി പീറ്റ്, കോംബോ, ബാഡ്ജർ എന്നിവരെ കണ്ടു. അവർ നേരത്തെ ആവശ്യപ്പെട്ട സ്റ്റോക്ക് എത്തിച്ചു നൽകാനായിരുന്നു വോൾട്ട് അവിടേക്ക് പോയത്. അവരെ കാണുന്ന വോൾട്ട് വളരെ ഗൗരവത്തിൽ താൻ ഹൈസൻബർഗ് ആണെന്ന് സ്വയം പരിചയപ്പെടുത്തി. നഗരത്തിൽ വലിയ രീതിയിൽ ആളുകൾ ചർച്ച ചെയ്യുന്ന നീല നിറത്തിലുള്ള ഹൈ ക്വാളിറ്റി മെത്ത് ഉണ്ടാക്കുന്ന ഹൈസൻബർഗിനെ സ്കിന്നി നേരത്തെ കണ്ടിരുന്നെങ്കിലും ആദ്യമായി കണ്ട കോംബോയും ബാഡ്ജറും ഭയത്തോടെയും ബഹുമാനത്തോടെയുമാണ് വോൾട്ടിനോട് പെരുമാറിയത്. നമുക്ക് കളയാൻ അധികം സമയമില്ലെന്ന് പറയുന്ന വോൾട്ട് താൻ കൊണ്ടുവന്ന മെത്ത് അവർക്ക് കൈമാറി. പകരം അവർ വിറ്റുകഴിഞ്ഞ മെത്തിന്റെ പണം വോൾട്ടിനെ ഏൽപ്പിച്ചു. ശേഷം ജെസ്സി ഒരു ATM മെഷീൻ ഉപയോഗിച്ച് അവന്റെ പണവും മയക്കുമരുന്നും മോഷ്ടിച്ചവനെ കൊലപ്പെടുത്തിയെന്ന വാർത്ത നഗരത്തിൽ പരന്നിട്ടുണ്ടെന്നും അത് സത്യമാണോ എന്നും അവർ വോൾട്ടിനോട് ചോദിച്ചു. ഇത് കേൾക്കുന്ന വോൾട്ട് ആരാണ് നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞതെന്ന് അവരോട് ചോദിച്ചു. ആ വാർത്ത നഗരത്തിൽ മുഴുവൻ പരന്നിട്ടുണ്ടെന്നും പക്ഷേ അത് നമ്മുടെ ബിസിനസ്സിന് വളരെ ഉപകാരമായെന്നും പറയുന്ന അവർ സാധാരണയായി പണം നൽകാത്തവരും മറ്റും ഞങ്ങൾ ജെസ്സിയുടെ ആളാണെന്ന് അറിയുമ്പോൾ ഭയം കാരണം കൃത്യമായി പണം നൽകുന്നുണ്ടെന്നും പറഞ്ഞു. അതോടെ ആ കൊലപാതകം ചെയ്തത് ജെസ്സിയാണെന്ന വാർത്ത ആളുകളിൽ ഉണ്ടാക്കിയ ഭയം അവരുടെ കച്ചവടം തഴച്ചു വളരാൻ സഹായിക്കുമെന്ന് വോൾട്ടിന് മനസ്സിലായി. ആ കൊലപാതകത്തിന്റെ യഥാർത്ഥ സത്യം അവരോട് മറച്ചുവെക്കുന്ന വോൾട്ട് ഈ കാര്യം സത്യമാണെന്ന് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയെന്ന് അവരോട് പറഞ്ഞ ശേഷം അവിടെ നിന്നും പോയി. ജെസ്സിയെ മുഴുവനായും തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വോൾട്ടിന്റെ മുഖത്ത് ഒരു നീചന്റെ ചിരിയുണ്ടായിരുന്നു. അതേസമയം കുടുംബത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഒരു ജോലി നേടാൻ തീരുമാനിച്ച സ്കൈലർ അവൾ മുൻപ് ജോലി ചെയ്തിരുന്ന ബെനക്കി ഫാബ്രിക്കേഷൻസ് എന്ന കമ്പനിയിൽ ഡാറ്റ എൻട്രി പോസ്റ്റിനായുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. പക്ഷേ സ്കൈലർ ഗർഭിണിയായത് കാരണം ആ ജോലി അവൾക്ക് ലഭിക്കാൻ സാധ്യത കുറവാണെന്ന് അവിടെയുള്ള റിസപ്ഷനിസ്റ്റിന്റെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കുന്ന സ്കൈലർ താൻ 4 വർഷം മുൻപ് അവിടെ ജോലി ചെയ്തിരുന്ന കാര്യം അവരോട് പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ നിങ്ങളെ വിവരമറിയിക്കാമെന്ന് മാത്രമായിരുന്നു അവരുടെ മറുപടി. അതോടെ കമ്പനിയുടെ ഉടമസ്ഥനും പഴയ സുഹൃത്തുമായ ടെഡ് ബെനക്കിയെ കാണാൻ സാധിക്കുമോ എന്ന് അവൾ ചോദിച്ചു. അദ്ദേഹം തിരക്കിലാണെന്നും ഇപ്പോൾ കാണാൻ പറ്റില്ലെന്നും അവർ പറഞ്ഞെങ്കിലും ഓഫീസിൽ അവൻ നിൽക്കുന്നത് കാണുന്ന സ്കൈലർ അവരുടെ അനുവാദമില്ലാതെ ടെഡിന്റെ വാതിലിൽ മുട്ടി. പുറത്ത് സ്കൈലറിനെ കാണുന്ന ടെഡ് അവളെ സന്തോഷത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു. തുടക്കത്തിൽ അവർ രണ്ടുപേർക്കുമിടയിൽ സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം 4 വർഷം മുൻപ് കമ്പനിയിലെ ഒരു ക്രിസ്മസ് പാർട്ടിയിൽ വെച്ച് മദ്യലഹരിയിൽ ടെഡ് അവളോട് അപമര്യാദയായി പെരുമാറാൻ ശ്രമിച്ചിരുന്നു. ആ സംഭവത്തിന് ശേഷം ടെഡ് മാപ്പ് പറഞ്ഞെങ്കിലും സ്കൈലർ ആ ജോലി ഉപേക്ഷിച്ചു. എന്നാൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടപ്പോൾ അതെല്ലാം മറന്ന അവർ കഴിഞ്ഞ 4 വർഷത്തെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ വിശേഷങ്ങളും മറ്റും പരസ്പരം പങ്കുവച്ചു. യഥാർത്ഥത്തിൽ ടെഡിന്റെ അച്ഛനായിരുന്നു ആ കമ്പനിയുടെ സ്ഥാപകൻ. 2 വർഷം മുൻപ്
മുൻപ് അച്ഛന്റെ മരണശേഷമാണ് ടെഡ് കമ്പനി ഏറ്റെടുക്കുന്നത്. ശേഷം സ്കൈലർ താൻ വന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം ടെഡിനോട് പറഞ്ഞു. കമ്പനിയിൽ ഒരു ഡാറ്റ എൻട്രി പോസ്റ്റ് ഉണ്ടെന്നറിഞ്ഞ് വന്നതാണ് താനെന്നും ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ ഈ ജോലി തനിക്ക് അത്യാവശ്യമാണെന്നും അവൾ പറഞ്ഞപ്പോൾ ടെഡ് അത്ഭുതപ്പെട്ടു. കമ്പനിയിലെ ഏറ്റവും മികച്ച അക്കൗണ്ടന്റ് ആയിരുന്ന സ്കൈലർ ഒരു ഡാറ്റ എൻട്രി ജോലി ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്ന ടെഡ് കമ്പനിയിൽ വലിയ മാറ്റങ്ങൾ വരികയാണെന്നും മോശം അവസ്ഥയിൽ കിടക്കുന്ന അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ശരിയാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് നിന്റെ സഹായം ആവശ്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പഴയ അക്കൗണ്ടന്റ് പോസ്റ്റ് അവൾക്ക് തിരികെ നൽകി. സ്കൈലർ വളരെ സന്തോഷത്തോടെ ആ ഓഫർ സ്വീകരിച്ചു. അതേസമയം ജെസ്സിയുടെ വീട്ടിൽ വെച്ച് നഗരത്തിന്റെ ഒരു വലിയ മാപ്പ് ജെസ്സിക്ക് കാണിച്ചു കൊടുക്കുന്ന വാൾട്ട് ഈ നഗരം മുഴുവൻ നമ്മുടെ സാധനം വാങ്ങാൻ തയ്യാറായി നിൽക്കുന്നവരാണെന്നും അതുകൊണ്ട് ബിസിനസ് വ്യാപിപ്പിക്കാനും കൂടുതൽ പണമുണ്ടാക്കാനും നിലവിലുള്ള സ്കിന്നി, കോംബോ, ബാഡ്ജർ എന്നിവരെ കൂടാതെ അവരുടെ കീഴിൽ കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടർമാരെ കണ്ടെത്തണമെന്നും വാൾട്ട് അവനോട് ആവശ്യപ്പെട്ടു. എന്നാൽ മാപ്പിൽ കാണുന്ന എല്ലാം നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയ സ്ഥലമല്ലെന്നും മറ്റു മയക്കുമരുന്ന് സംഘങ്ങൾ കച്ചവടം നടത്തുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയാൽ അവർ അത് വെറുതെ നോക്കി നിൽക്കില്ലെന്നും ജെസ്സി അല്പം ഭയത്തോടെ പറഞ്ഞു. എന്നാൽ നിന്നെയോ നിന്റെ കച്ചവടത്തെയോ ആരെങ്കിലും എതിർത്താൽ നീ അവരുടെ തല ഒരു ATM മെഷീൻ വെച്ച് തകർക്കുമെന്ന വാർത്ത നഗരത്തിൽ മുഴുവൻ പരന്നതിനാൽ എവിടെ കച്ചവടം ചെയ്താലും ആരും നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് വാൾട്ട് അവനോട് പറഞ്ഞു. എന്നാൽ ശരിക്കും അവിടെ നടന്നത് അതല്ലെന്നും ഞാൻ ആരെയും കൊന്നിട്ടില്ലെന്നും ജെസ്സി പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും പോലീസല്ല മറിച്ച് നമ്മുടെ ശത്രുക്കളാണ് അങ്ങനെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ലെന്നും പകരം കച്ചവടം വർദ്ധിപ്പിക്കാൻ ഇതൊരു അവസരമാണെന്നും പറഞ്ഞ് വാൾട്ട് അവനെ സമാധാനിപ്പിച്ചു. എങ്കിലും ജെസ്സിയുടെ ഉള്ളിലെ ഭയം പൂർണ്ണമായും മാറിയിട്ടില്ലെന്ന് മനസ്സിലാക്കുന്ന വാൾട്ട് അവനെ ശക്തമായൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ജെസ്സിയെ ബ്ലോഫിഷ് എന്ന ഒരു മീനുമായി താരതമ്യം ചെയ്യുന്ന വാൾട്ട് ആ മീനിന്റെ പ്രത്യേകതകൾ അവനോട് പറഞ്ഞു. വലിപ്പം കുറഞ്ഞ, വേഗതയില്ലാത്ത, തന്ത്രങ്ങളില്ലാത്ത, ശത്രുക്കൾക്ക് എളുപ്പത്തിൽ ആക്രമിക്കാൻ കഴിയുന്ന ഒരു മീനാണ് ബ്ലോഫിഷ്. എന്നാൽ അതിനൊരു കഴിവുണ്ട്. ശത്രുക്കളെ കാണുമ്പോൾ സ്വന്തം ശരീരത്തിന്റെ 4-5 മടങ്ങ് വലുപ്പത്തിൽ വീർത്ത് ആരെയും ഭയപ്പെടുത്തുന്ന ഒരു രൂപമായി മാറാൻ അതിന് കഴിയും. അത് കാണുമ്പോൾ ആക്രമിക്കാൻ വരുന്ന മത്സ്യങ്ങൾ ഭയന്ന് പിന്മാറും. യഥാർത്ഥത്തിൽ ഇല്ലാത്ത എന്തോ ഭീകരതയുണ്ടെന്ന് തോന്നിപ്പിച്ച് മറ്റുള്ളവരെ പറ്റിക്കുന്ന ഒരു ഇല്യൂഷനാണ് അതവിടെ ചെയ്യുന്നത്. ഈ ഉദാഹരണത്തിലൂടെ ജെസ്സി ഒരു കണ്ണിൽ ചോരയില്ലാത്ത കൊലയാളിയാണെന്ന കള്ളം ഉപയോഗിച്ച് എങ്ങനെ ശത്രുക്കളെ അകറ്റി നിർത്തി കച്ചവടം വർദ്ധിപ്പിക്കാമെന്ന് വാൾട്ട് അവന് മനസ്സിലാക്കി കൊടുത്തു. അതോടെ ആവേശം കയറിയ ജെസ്സി ഞാനൊരു ബ്ലോഫിഷ് ആണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ പുതിയ പദ്ധതി നടത്തിയെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. അടുത്ത ദിവസം രാവിലെ വാൾട്ടിന്റെ വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയം സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി സ്കൈലർ നന്നായി ഒരുങ്ങി നിൽക്കുന്നത് കാണുന്ന വാൾട്ട് നീ അതിരാവിലെ എങ്ങോട്ടാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് അമ്മയ്ക്ക് ജോലി കിട്ടിയ കാര്യം മകൻ വാൾട്ടിനോട് പറയുന്നത്. പ്രഗ്നന്റ് ആയ ഈ സമയത്ത് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്നതെന്ന് വാൾട്ട് ചോദിച്ചപ്പോൾ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വീണ്ടും എണ്ണി പറയേണ്ടതുണ്ടോ എന്നായിരുന്നു അവളുടെ മറുപടി. പ്രസവം വരെ തനിക്ക് ജോലി ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്നും ഇതൊരു ഓഫീസ് ജോലി ആയതിനാൽ അവിടെ തനിക്ക് ഇരുന്നുള്ള ജോലി മാത്രമേ ഉള്ളൂവെന്നും അവൾ വാൾട്ടിനെ ആശ്വസിപ്പിച്ചു. എവിടെയാണ് ജോലി എന്ന് വാൾട്ട് ചോദിച്ചപ്പോൾ ബെനക്കി കമ്പനിയുടെ അക്കൗണ്ടിംഗ് വിഭാഗത്തിൽ തന്റെ പഴയ ജോലി തന്നെ തിരികെ കിട്ടിയെന്ന് അവൾ സന്തോഷത്തോടെ പറഞ്ഞു. ഇത് കേട്ട വാൾട്ട് ഇരുമ്പും സ്റ്റീലും പോലെയുള്ള മെറ്റലുകൾ ഉണ്ടാക്കുന്ന കമ്പനി ആയതിനാൽ അവിടുത്തെ പുക ശ്വസിക്കുന്നത് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞല്ലേ നീ മുൻപ് ആ ജോലി ഉപേക്ഷിച്ചതെന്ന് അവളോട് ചോദിച്ചു. എന്നാൽ കമ്പനി ഇപ്പോൾ പരിസ്ഥിതി സൗഹൃദമായ ഗ്രീൻ വെൽഡിംഗ് ആണ് ചെയ്യുന്നതെന്നും അവിടെ ചെന്നപ്പോൾ തനിക്ക് പുകയുടെ ഗന്ധമൊന്നും അനുഭവപ്പെട്ടില്ലെന്നും അവൾ മറുപടി നൽകി. 4 വർഷം മുൻപ് ടെഡിന്റെ മോശം പെരുമാറ്റം കാരണമാണ് അവൾ അന്ന് ആ ജോലി ഉപേക്ഷിച്ചതെന്ന സത്യം കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അന്ന് അവൾ വാൾട്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതറിയാവുന്നത് അവളുടെ സഹോദരി മേരിക്ക് മാത്രമായിരുന്നു. ശേഷം തിരികെ ജോലിയിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ ദിവസമായതുകൊണ്ട് വൈകാൻ പറ്റില്ലെന്ന് പറയുന്ന സ്കൈലർ അവരോട് യാത്ര ചോദിച്ച് കമ്പനിയിലേക്ക് പോയി. ഓഫീസിലെത്തിയ സ്കൈലർ തനിക്കായി തയ്യാറാക്കിയ റൂമിൽ തന്റെ ജോലികൾ ആരംഭിക്കാൻ തയ്യാറാകുമ്പോൾ അവിടേക്ക് വരുന്ന ടെഡ് എല്ലാം ഓക്കെ അല്ലേ എന്ന് അവളോട് ചോദിച്ചു. തനിക്ക് വേണ്ടി ഒരുക്കിയ സൗകര്യങ്ങൾക്ക് നന്ദി പറയുന്ന സ്കൈലർ ഗർഭിണിയായ തനിക്ക് ബാത്റൂം അടുത്തുള്ളതിനാൽ അധിക ദൂരം നടക്കേണ്ടി വരില്ല എന്നത് വളരെ നല്ലൊരു കാര്യമാണെന്നും തമാശയായി അവനോട് പറഞ്ഞു. ശേഷം തന്നെ വീണ്ടും ജോലിക്കെടുത്തതിന് സ്കൈലർ ടെഡിനോട് പ്രത്യേകം നന്ദി പറഞ്ഞു. എന്നാൽ തന്നോട് നന്ദി പറയേണ്ടതില്ലെന്നും ഈ കമ്പനിക്കിപ്പോൾ നിന്റെ സേവനം ആവശ്യമുണ്ടെന്നും ടെഡ് മറുപടി നൽകി. സംസാരിക്കുന്നതിനിടയിൽ ടെഡിന്റെ ഷർട്ടിൽ ഒരു കറ ശ്രദ്ധിക്കുന്ന സ്കൈലർ നീ ഇത്ര രാവിലെ തന്നെ വൈൻ കുടിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചു. ഇത് ജ്യൂസ് ആണെന്നും രാവിലെ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തപ്പോൾ പറ്റിയതാണെന്നും അവൻ പറഞ്ഞു. ടെഡിന്റെ ഭാര്യ ഡെനീസിന് സുഖമാണോ എന്ന് സ്കൈലർ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഏകദേശം 1 വർഷം മുൻപ് വേർപിരിഞ്ഞുവെന്ന് ടെഡ് അവളോട് പറഞ്ഞു.
പറഞ്ഞു. ഹൈസ്കൂൾ കാലം മുതൽ അവർ ഒരുമിച്ചായിരുന്നു എന്ന് ടെഡ് ഓർത്തെടുത്തെങ്കിലും മനുഷ്യർക്ക് മാറാമല്ലോ എന്നായിരുന്നു അവന്റെ പക്ഷം. പോകുന്നതിനു മുൻപ് പഴയതുപോലെ എന്നെങ്കിലും നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്ന അവനോട് തീർച്ചയായും എന്ന് അവൾ മറുപടി പറഞ്ഞു. അതേസമയം വോൾട്ട് നൽകിയ ആവേശത്തിൽ ജെസ്സി തന്റെ സുഹൃത്തുക്കളായ ബാഡ്ജർ, സ്കിന്നി, കോംബോ എന്നിവരെ കണ്ട് പുതിയ പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചു. തന്റെ കീഴിൽ നിങ്ങൾ നിൽക്കുന്നത് പോലെ നിങ്ങളുടെ കീഴിലും ആളുകൾ വേണമെന്നും അതിനു പറ്റിയ ആളുകളെ കണ്ടെത്തി സാധനം കൂടുതലായി വിറ്റാൽ നമ്മളായിരിക്കും ഈ നഗരം ഭരിക്കാൻ പോകുന്നതെന്നും അവൻ അവർക്ക് ആവേശം പകർന്നു. ജെസ്സിയുടെ ഈ പുതിയ പ്ലാൻ കൊള്ളാമെന്ന് സമ്മതിക്കുന്ന അവർ അതിന് പൂർണ്ണ പിന്തുണ നൽകി. ശേഷം വാൾട്ടിനെ കാണുന്ന ജെസ്സി തന്റെ കൂട്ടുകാരെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടെന്നും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെന്നും പറഞ്ഞു. എന്നാൽ ഇത് കേൾക്കുന്ന വാൾട്ട് മാർക്കറ്റ് മുഴുവൻ നമ്മുടെ നിയന്ത്രണത്തിലാകുമ്പോൾ നമ്മൾ നിലവിൽ കൊടുക്കുന്ന വിലയിൽ മാറ്റങ്ങൾ വരുത്തി വില കൂട്ടണമെന്നും അവനെ ഉപദേശിച്ചു. തിരികെ വീട്ടിലെത്തിയ ജെസ്സി വീടിന് പുറത്ത് എന്തോ വരച്ചുകൊണ്ടിരിക്കുന്ന ജെയിനെ കണ്ടു. നീ എപ്പോഴാണ് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയതെന്ന് അവൾ തമാശയായി അവനോട് ചോദിച്ചു. താൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ജെസ്സി വീട്ടിൽ TV ഇല്ലാത്തതുകൊണ്ട് ബോറടിയാണെന്നും ഒരു TV വാങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണെന്നും പറഞ്ഞു. അവൾ വരച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കുന്ന ജെസ്സി അത് വളരെ നന്നായിട്ടുണ്ടെന്നും ഒരു ടാറ്റു അടിക്കാൻ പറ്റിയ ഡിസൈൻ ആണതെന്നും അവളെ പ്രശംസിച്ചു. അത് തന്നെയാണ് പ്ലാൻ എന്ന് പറയുന്ന അവൾ താൻ പാർട്ട് ടൈം ആയി ഒരു ടാറ്റു സ്റ്റുഡിയോയിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അതുവഴി വന്ന ഒരാൾ നീ ജെസ്സി പിങ്ക്മാൻ അല്ലേ എന്നും നഗരത്തിൽ നിന്നെക്കുറിച്ചാണ് ചർച്ചയെന്നും നീ ആള് കൊള്ളാമെന്നുമൊക്കെ പറഞ്ഞു. അതോടെ അവന്റെ പേര് ജെസ്സി ജാക്സൺ അല്ലെന്ന് ജെയിന് മനസ്സിലായെങ്കിലും അവൾ ഒന്നും പറഞ്ഞില്ല. അന്ന് വൈകുന്നേരം വീടിന് പുറകിലെ സ്മോക്കിംഗ് ഏരിയയിൽ വെച്ച് അവർ വീണ്ടും കണ്ടു. അവിടെ വെച്ച് ജെസ്സി അവളോട് തന്നെക്കുറിച്ചുള്ള ഡ്രഗ് ഡീലിംഗ് ഒഴികെയുള്ള സത്യങ്ങൾ മുഴുവൻ പറഞ്ഞു. എന്റെ പേര് ജെസ്സി ജാക്സൺ എന്നല്ല, ജെസ്സി പിങ്ക്മാൻ എന്നാണ്. അന്ന് നീ കണ്ട ആൾ എന്റെ അച്ഛനുമല്ല. ഇതിന്റെയൊക്കെ പേരിൽ നീ എന്നെ ഇവിടെ നിന്നും ഇറക്കി വിടരുത്, കാരണം എനിക്ക് പോകാൻ വേറെ ഇടമില്ല. എന്നാൽ അവൾക്കതിൽ വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. നീ എന്ത് ചെയ്യുന്നു എന്നത് എന്റെ വിഷയമല്ലെന്നും അത് ഈ വീട്ടിൽ ചെയ്യാതിരുന്നാൽ മതിയെന്നും അവൾ അവനോട് പറഞ്ഞു. ഇത് കേട്ട് സമാധാനമായ ജെസ്സി അവളെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഞാനൊരു TV വാങ്ങിയിട്ടുണ്ടെന്നും നമുക്ക് സിനിമയോ മറ്റോ കാണാമെന്നും പറഞ്ഞു. ശേഷം രണ്ടുപേരും TV കാണാനായി ഇരുന്നെങ്കിലും കേബിൾ കണക്ഷൻ വർക്ക് ആവാത്തത് കാരണം ജെസ്സി ഒരുപാട് ശ്രമിച്ചിട്ടും അതിൽ പരിപാടിയൊന്നും കിട്ടിയില്ല. എന്നാൽ അതിനിടയിൽ അവർ തമ്മിൽ പ്രണയം കലർന്ന ഒരു സൗഹൃദം അവിടെ തുടങ്ങുകയായിരുന്നു. അതേസമയം തൊർത്തൂഗ നൽകിയ വിവരമനുസരിച്ച് മയക്കുമരുന്ന് മാഫിയകളുടെ ഇടപാട് പിടികൂടാൻ ഹാങ്കും സംഘവും എൽപാസോയിലെ ഒരു മരുഭൂമിയിൽ കാത്തു നിൽക്കുകയാണ്. എന്നാൽ അവർ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ആരും അവിടേക്ക് വന്നില്ല. ഹാങ്കിന് ക്ഷമ നശിക്കാൻ തുടങ്ങി. നമ്മളെ അവൻ പറ്റിച്ചതാണോ എന്ന് ഹാങ്ക് ചോദിച്ചെങ്കിലും കൂടെയുള്ള മറ്റു ഉദ്യോഗസ്ഥർ അവനെ ഗൗരവമായി എടുത്തില്ല. നീ ആൽബക്കക്കിയിലെ ഹീറോ ആയിരിക്കാം, പക്ഷേ ഇവിടെ അത് പോരാ എന്ന രീതിയിൽ അവർ സ്പാനിഷിലും ഇംഗ്ലീഷിലുമായി ഹാങ്കിനെ പരിഹസിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് ദൂരെ എന്തോ ഒന്ന് അനങ്ങുന്നത് ഹാങ്ക് ശ്രദ്ധിക്കുന്നത്. ബൈനാക്കുലറിലൂടെ നോക്കിയ ഹാങ്ക് അത് തൊർത്തുക ആണെന്നും അവര് ഇവിടെ എന്താണ് കാര്യമെന്നും അവരോട് അന്വേഷിച്ചു. അവൻ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാൻ അവർ എല്ലാവരും കാറിൽ നിന്നും പുറത്തിറങ്ങി അവിടേക്ക് ചെന്നു. എന്നാൽ അവിടെ ചെന്നപ്പോൾ അവർ കണ്ടത് ഞെട്ടിക്കുന്നതും വിചിത്രവുമായ ഒരു കാഴ്ചയായിരുന്നു. മരുഭൂമിയിലൂടെ പതുക്കെ നടന്നു നീങ്ങുന്ന ജീവനുള്ള ഒരു ആമ. ആ ആമയുടെ പുറത്ത് തങ്ങൾക്ക് വിവരങ്ങൾ നൽകിയിരുന്ന തൊർത്തുകയുടെ അറുത്തെടുത്ത തല ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. എന്നാൽ എൽപാസോയിൽ ഇത്തരം കാഴ്ചകൾ സ്ഥിരമായി കാണുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥർ തമാശ പറയുകയും ചിരിക്കുകയും ചെയ്തു. പക്ഷെ ഹാങ്കിന് ആ കാഴ്ച കണ്ടപ്പോൾ വല്ലാത്ത പരിഭ്രാന്തി അനുഭവപ്പെട്ടു. അവന് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. അവിടെ നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഹാങ്ക് ആ തല കൊണ്ടുപോകാൻ നമുക്കൊരു ബാഗ് വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും മാറി കാറിനടുത്തേക്ക് നടന്നു. ഇത് കണ്ട മറ്റൊരു ഉദ്യോഗസ്ഥൻ ഹാങ്കിനെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, എൽപാസോയിലേക്ക് സ്വാഗതം. അതൊന്നും ശ്രദ്ധിക്കാതെ വേഗത്തിൽ കാറിനടുത്തെത്തിയ ഹാങ്ക് കാറിലേക്ക് ചാരി നിന്ന് ശ്വാസമെടുക്കാൻ ശ്രമിക്കുകയാണ്. അവൻ അവിടെ എത്തിയ ആ നിമിഷം ആമയുടെ പുറത്തിരുന്ന തൊർത്തുകയുടെ തലയ്ക്കുള്ളിൽ വച്ചിരുന്ന ബോംബ് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ ഹാങ്ക് കാണുന്നത് വളരെ ഭയാനകമായ ഒരു കാഴ്ചയാണ്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ തൊർത്തുകയുടെ തലയ്ക്കു ചുറ്റും നിന്നിരുന്ന ഉദ്യോഗസ്ഥർ ദൂരേക്ക് തെറിച്ചു വീണു. പലർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തന്നോട് സംസാരിച്ചിരുന്ന വാങ്കോയുടെ കാല് മുറിഞ്ഞു പോയിരുന്നു. അവന്റെ കാലിൽ നിന്നും കൂടുതൽ രക്തം വാർന്നു പോകാതിരിക്കാൻ ഹാങ്ക് അവന്റെ കാൽ ഒരു ബെൽറ്റ് ഉപയോഗിച്ച് മുറുക്കി കെട്ടി.